CPM-കാരും DYFI-ക്കാരും ചിലപ്പോൾ ഇങ്ങനെയാണ്. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്, അതിന്റെ ഫലം എന്താകുമെന്ന് ആലോചിക്കാറില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നിപ്പോൾ പാലക്കാട്ട് നടത്തിയ പ്രതിഷേധം അത്തരത്തിലൊന്നാണ്. ഇടതുപക്ഷത്തിന്റെ ഇത്തരം അനാവശ്യമായ പ്രതിഷേധങ്ങളും ഉപരോധവുമാണ് ഷാഫി പറമ്പിലിനെ കൂടുതൽ സ്വീകാര്യതയുള്ള നേതാവാക്കി മാറ്റിയത്. ഇതിപ്പോൾ പാലക്കാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിലാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. DYFI-യുടെയും BJP-യുടെയും പ്രവർത്തകർ ഇതിനെതിരെ പിരായിരിയിൽ തെരുവിലിറങ്ങി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണ്. ഇതാണോ പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാട് എന്നൊന്നും ഇനി ചോദിക്കരുത്. കടുത്ത നിലപാടും തീരുമാനങ്ങളും ഒക്കെ എടുത്ത നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിൽ നിശബ്ദരാണ്. അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളും പ്രവൃത്തിയും. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികം. ഞാൻ യുവജന സെക്രട്ടറിയുടെ അധ്യക്ഷനായിരുന്ന ധാരാളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല. നടന്ന് ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും. ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനധികം ഈ നാടിന് വികസനം ആവശ്യമാണ്. വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെയും എടുത്ത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയ കോൺഗ്രസ് നേതൃത്വത്തെയും രാഷ്ട്രീയമായി നേരിടാൻ ഇടതുപക്ഷത്തിന് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഈ വഴിയിൽ തടയലുമായി നിങ്ങൾ എത്ര നാൾ മുന്നോട്ട് പോകും? ഉണ്ടായ പരാതികളുടെയും വിവാദങ്ങളും ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന തരത്തിൽ ഹൂ കെയർസ് എന്ന നിലപാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ വഴിയിൽ നേരിടാൻ പോയി അയാളെ കൂടുതൽ കരുത്തനാക്കാൻ വേണ്ടിയാണോ DYFI-യുടെ ഈ ഉപരോധ സമരം? പാലക്കാട് നിന്ന് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇനിയും ഇത്തരത്തിലുള്ള കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കും എന്നാണ് പറയുന്നത്. നേരത്തെ CPM ഇത്തരത്തിലുള്ള ഉപരോധം, പ്രതിഷേധം ഒക്കെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും CPM അതിൽ നിന്ന് പിൻവാങ്ങുന്നു. DYFI ആണ് ഇത്തരത്തിലുള്ള സമരപരിപാടികൾ ഏറ്റെടുക്കുന്നത്. ഇത് വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകുമോ വരും ദിവസങ്ങളിൽ പാലക്കാട്? തീർച്ചയായും അതിനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം ഇത്ര ദിവസവും രാഹുൽ പല പരിപാടികളിലും രഹസ്യമായിട്ടാണ് അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിക്കാതെയാണ് എടുത്തിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നോട്ടീസൊക്കെ അടിച്ച് ഫ്ലക്സൊക്കെ വെച്ച് നേരത്തെ തന്നെ അറിയിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിൽ വന്നത്. അതിനർത്ഥം രാഹുൽ തന്നെ ഒരുപക്ഷെ തനിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആ പ്രതിഷേധം അതിരുവിട്ടാൽ അത് പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക്, ഇപ്പോൾ രാഹുലിനാണെങ്കിൽ സ്വാഭാവികമായി അത് അനുകൂലമാകുന്ന ഒരു സഹതാപമായൊക്കെ തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. DYFI സംബന്ധിച്ചിടത്തോളം DYFI ആദ്യം ഈ ഘട്ടത്തിലൊന്നും വഴി തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് തങ്ങളില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു DYFI ആദ്യം സ്വീകരിച്ചത്. പക്ഷേ DYFIക്ക് ഏറ്റ ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത് രാഹുൽ വരുന്ന പരിപാടിയിൽ തങ്ങൾ പ്രതിഷേധിക്കും, പക്ഷേ രാഹുലിനെ തടയില്ല. അതിനനുസരിച്ചുള്ള പ്രതിഷേധവും ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നുള്ളതാണ്. പക്ഷേ രാഹുൽ പാലക്കാട് എത്തി ആദ്യം ഉദ്ഘാടനം ചെയ്ത ഒരു KSRTC ബസ് പുതിയ സർവീസ് അതിൻ്റെ ഉദ്ഘാടനമാണ്. പക്ഷേ അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവിടെ CIT-കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ DYFI-യുമായി ബന്ധപ്പെട്ട പലരും ഉണ്ടായിരുന്നു. അവരൊന്നും അറിയാതെ ഈ ഉദ്ഘാടനം നടത്തി ഒരു പ്രതിഷേധവും നടത്താൻ DYFI-ക്ക് കഴിയില്ല. സ്വാഭാവികമായും അത് അവർക്കൊരു വലിയ ഡാമേജാണ്, അല്ലെങ്കിൽ പാലക്കാട് സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ ക്ഷീണമാണ് അതുണ്ടാക്കിയത്. അതിനെ തുടർന്നാണ് അത് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നുണ്ടായത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ വഴി തടഞ്ഞുള്ള സമരമോ അല്ലെങ്കിൽ ഈ സമരമൊക്കെ ഏതെങ്കിലും രീതിയിൽ അതിര് ലംഘിച്ചാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഒരുപക്ഷെ തിരിച്ചറിയാനായിട്ടാകണം. കാരണം ഇന്ന് തന്നെ നമ്മൾ കണ്ടത് ഈ ഉദ്ഘാടനം നടക്കാൻ വരുന്നു, അതിന് ഏകദേശം ഒരു 100 മീറ്റർ മുൻപേ വെച്ച് DYFI പ്രവർത്തകർ രാഹുലിന്റെ വാഹനത്തിന് മുന്നിൽ ചാടി വീഴുന്നു, തടയുന്നു എന്നുള്ളതാണ്. രാഹുൽ അപ്പോൾ ചെയ്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ആ ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അത് സമരം അതിന് വിട്ടുപോയാൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊരുപക്ഷെ രാഹുലിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ കണ്ട മറ്റൊരു കാര്യം, അവിടെ രാഹുലിന് കവചമൊരുക്കിയത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇന്ന് കണ്ടത് കൂടുതൽ ലീഗ് പ്രവർത്തകരാണ്. ഇതൊരു ലീഗിൻ്റെ വാർഡാണ്. ലീഗിൻ്റെ വാർഡിലെ പദ്ധതിക്കാണ് രാഹുൽ ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ ആ ഒരു ലീഗിൻ്റെ സംരക്ഷണവും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംരക്ഷണവും രാഹുൽ ഉറപ്പിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് രഹസ്യമായി പരിപാടികളിൽ വന്ന് പങ്കെടുത്തു പോയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പരസ്യമായി UDF പ്രവർത്തകരുടെ പിന്തുണയോടുകൂടി കൂടുതൽ സജീവമാകുന്നു പാലക്കാട്ട് എന്നുള്ളതാണ് കാണുന്നത്.